ദേവദേവാ വന്ദനം, രാജരാജാ വന്ദനം. കാരിരുമ്പാണിതൻ ക്രൂരമാം നൊമ്പരം ഏറ്റ ദേവാ വന്ദനം. ദേവദേവാ വന്ദനം, രാജരാജാ വന്ദനം. കാലത്തിൻ ക്രൂരമാം ചാട്ടവാറും പ്രഹരമേറ്റ ദേവാ വന്ദനം. ശ്രീയേശുവേ വന്ദനം, ദേവദേവാ വന്ദനം, രാജരാജാ വന്ദനം. കാരിരുമ്പാണിതൻ ക്രൂരമാം നൊമ്പരം ഏറ്റ ദേവാ വന്ദനം. ലോകാപമാനത്തിൻ ക്രൂരമാം നൊമ്പരം കേട്ട ദേവാ വന്ദനം. മർത്യപാപത്തിന്റെ ശാപം ശിരസിൽ ചുമന്ന ദേവാ വന്ദനം. ലോകാപമാനത്തിൻ ക്രൂരമാം നൊമ്പരം കേട്ട ദേവാ വന്ദനം. മർത്യപാപത്തിന്റെ ശാപം ശിരസിൽ ചുമന്ന ദേവാ വന്ദനം. നസറായനെ വന്ദനം, ത്യാഗസമ്പന്നനെ വന്ദനം. നിന്നടിപ്പിണരാലെ മുറിപ്പാടുകൾ മായ്ച്ച ദേവാ വന്ദനം. വന്ദനം ശ്രീയേശുവേ വന്ദനം, ശ്രീയേശുവേ വന്ദനം. ദേവദേവാ വന്ദനം, രാജരാജാ വന്ദനം. കാരിരുമ്പാണിതൻ ക്രൂരമാം നൊമ്പരം ഏറ്റ ദേവാ വന്ദനം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. നോമ്പിൻ്റെ വചനധ്യാനത്തിന് തിരഞ്ഞെടുത്ത വേദഭാഗം മാർക്കോസ് 15:21 വരെ. ഈ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാത്ത സേവനം എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു സ്കൂൾ അധ്യാപകൻ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഒരു അപകടം കണ്ടു. ആളുകൾ ചുറ്റും നിന്ന് നോക്കുകയായിരുന്നു, പക്ഷേ ആരും മുന്നോട്ട് വന്നില്ല. അധ്യാപകന് സ്കൂളിൽ പോകാൻ സമയമായി. അവിടെ നിന്നാൽ ക്ലാസ്സുകൾ വൈകും. ക്ലാസ്സിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അവൻ ഒരു നിമിഷം മടിച്ചു. ഇത് എൻ്റെ കാര്യമായോ എന്ന ചിന്ത. എങ്കിലും അവൻ മുന്നോട്ട് പോയി. ആ പരിക്കേറ്റ ആളിനെ ആശുപത്രിയിൽ എത്തിച്ചു. അന്നത്തെ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടു, പദ്ധതികളെല്ലാം മാറ്റപ്പെട്ടു. പക്ഷേ ആ ഒരു തീരുമാനം ഒരു ജീവൻ രക്ഷിച്ചു. ആ ദിവസത്തെ തടസ്സം ഒരു അനുഗ്രഹമായി മാറി. ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധ നിമിഷങ്ങൾ നമ്മുടെ പദ്ധതികളെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത്. ഈ നോമ്പ് ദിനങ്ങളിൽ നാം ചിന്തിക്കുന്നത് പ്രതീക്ഷിക്കാത്ത സേവനം നൽകുക എന്നതാണ്. കുറേനക്കാരനായ ശീമോൻ ആ ദിവസത്തിൽ ഒരു സാധാരണ യാത്രക്കാരനായിരുന്നു. ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് വന്നതായിരുന്നു. അവൻ ആ ദിവസം ക്രൂശ് ചുമക്കാൻ പദ്ധതിയിട്ടിരുന്നില്ല. പക്ഷേ സൈനികർ അവനെ നിർത്തി. യേശുവിനെ ക്രൂശ് ചുമക്കാൻ നിർബന്ധിച്ചു. ഒരു സാധാരണ ദിവസം ചരിത്രത്തിലെ ഏറ്റവും വിശുദ്ധ നിമിഷമായി മാറി. ഒന്ന്, ദൈവം ചിലപ്പോൾ നമ്മുടെ പദ്ധതികളെ തടസ്സപ്പെടുത്തുന്നു. ശീമോൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരിക്കലും ക്രൂശ് ചുമക്കാനല്ലായിരുന്നു അവൻ്റെ പദ്ധതി. എങ്കിലും ആ തടസ്സം അവനെ ദൈവചരിത്രത്തിൻ്റെ ഭാഗമാക്കി. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ വരാം. ആർക്കെങ്കിലും സഹായം ആവശ്യമായി വരിക, ഒരു പ്രാർത്ഥനയ്ക്കായി സമയം മാറ്റിവെക്കേണ്ടി വരിക, സഭയിലെ ഒരു ചെറിയ സേവനത്തിന് വിളിക്കപ്പെടുക. നമ്മൾ ചിന്തിക്കും ഇത് ഇപ്പോൾ വേണ്ടിയിരുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ തടസ്സങ്ങൾ വിശുദ്ധ നിമിഷങ്ങളാണ്. നമ്മുടെ സൗകര്യങ്ങൾ തകർന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവർത്തനം തുടങ്ങാം. 2, ക്രൂശ് ചുമക്കുന്നത് നമ്മെ മാറ്റുന്നു. ശീമോൻ കുരിശ് ചുമന്നപ്പോൾ അവൻ യേശുവിനൊപ്പം നടന്നു. അവൻ്റെ വേദന കണ്ടു, ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം കേട്ടു. സേവൻ ഒരു ബാധ്യത മാത്രമല്ല, അതൊരു സമീപസ്ഥ യാത്രയാണ്. നാം ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തോട് കൂടുതൽ അടുത്തു വരുന്നു. വേദന അനുഭവിക്കുന്നവർക്കൊപ്പം നിൽക്കുമ്പോൾ നാം കുരിശിൻ്റെ അർത്ഥം കൂടുതൽ മനസ്സിലാക്കുന്നു.
സേവനം വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നു. സൗകര്യം വിശ്വാസത്തെ ദുർബലപ്പെടുത്താം, പക്ഷേ ത്യാഗം വിശ്വാസത്തെ ശക്തമാക്കും. 3. ചെറിയ പ്രവൃത്തികൾക്ക് നിത്യപ്രഭാവമുണ്ട്. മാർക്കോസ് സുവിശേഷത്തിൽ ഒരു വാക്യം മാത്രം, പക്ഷേ ഷീമോന്റെ പേര് എന്നേക്കും ഓർമ്മിക്കപ്പെടുന്നു. അവൻ ഒരു പ്രസംഗം നടത്തിയിട്ടില്ല, ഒരു അത്ഭുതം ചെയ്തിട്ടില്ല, ഒരു ക്രൂശ് ചുമന്നു, അത്രമാത്രം. നാം ചെയ്യുന്ന ചെറിയ കാരുണ്യ പ്രവൃത്തികൾ നിത്യത്തിൽ വലിയ പ്രഭാവം ഉണ്ടാക്കാം. നോമ്പ് കാലത്ത് ഒരു പ്രാർത്ഥന, ഒരു ആശ്വാസവാക്ക്, ഒരു സഹായഹസ്തം, ഇവയെല്ലാം ദൈവരാജ്യത്തിൽ വിലപ്പെട്ടവയാണ്. ഈ ആഴ്ച ദൈവം നിങ്ങളുടെ പദ്ധതികളെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ പ്രതിരോധിക്കരുത്. അത് നിങ്ങളുടെ ക്രൂശ് ചുമക്കാനുള്ള നിമിഷമായിരിക്കാം. ഷീമോൻ ക്രൂശ് തിരഞ്ഞെടുത്തതല്ല, പക്ഷേ അവൻ അതിൽ നിന്ന് ഓടിപ്പോയില്ല. ഒരു സാധാരണ മനുഷ്യൻ ഒരു അസാധാരണ നിമിഷത്തിന്റെ ഭാഗമാകുകയായിരുന്നു. ദൈവം ഇന്നും സാധാരണ മനുഷ്യരെ വിശുദ്ധ പ്രവൃത്തികൾക്കായി ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ദിവസം സാധാരണയായിരിക്കാം, പക്ഷേ ദൈവത്തിന്റെ വിളി അതിനെ വിശുദ്ധമാക്കും. പ്രാർത്ഥന. കരുണാനിധിയായ കർത്താവേ, ഞങ്ങളുടെ പദ്ധതികൾക്കിടയിൽ അങ്ങ് ഇടപെടുന്ന നിമിഷങ്ങൾ തിരിച്ചറിയാൻ ജ്ഞാനം തരണമേ. സൗകര്യത്തെക്കാൾ സേവനം തിരഞ്ഞെടുക്കുവാൻ ഹൃദയത്തെ തയ്യാറാക്കണമേ. ചെറിയ പ്രവൃത്തികൾക്കും നിത്യപ്രഭാവമുണ്ടെന്ന് വിശ്വസിക്കാൻ വിശ്വാസം തരണമേ. ഈ ആഴ്ച ഞങ്ങളുടെ വഴിയിൽ അവിടുന്ന് വയ്ക്കുന്ന ഓരോ അവസരവും സ്വീകരിക്കാൻ ധൈര്യവും വിനയവും തരണമേ. ക്രൂശ് ചുമക്കേണ്ട നിമിഷങ്ങളിൽ തിരുസാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ.